കോഴിക്കോട് കുറവങ്ങാട് മഹാത്മാഗാന്ധി വീവേഴ്സ് ഇൻഡസ്ട്രിയൽ വീവിംഗ് സൊസൈറ്റി നാശത്തിന്റെ വക്കിൽ. 40 തൊഴിലാളികൾ ഉണ്ടായിരുന്ന സ്ഥാപനം ഇപ്പോൾ സംരക്ഷണമില്ലാതെ നശിക്കുകയാണ്. ജോലിക്കനുസരിച്ചുള്ള വേതനം ലഭിക്കാതായതോടെയാണ് 5 വർഷം മുമ്പ് നെയ്ത്തുശാല പൂട്ടിയത്. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ ജീവിത നിലവാരം ഉയർത്താനായി സ്ഥാപിച്ച സ്ഥാപനമാണ് പ്രതിസന്ധിയിലായിരിക്കുന്നത്. 25 നെയ്ത്ത് യന്ത്രങ്ങളും ഡൈയിങ് യൂണിറ്റുകളും ഉണ്ടായിരുന്ന നെയ്ത്തുശാല ഇപ്പോൾ സാമൂഹ്യ വിരുദ്ധരുടെ താവളമായിരിക്കുകയാണ്. തോർത്ത്, പുതപ്പ്, ടർക്കി, ബെഡ്ഷീറ്റ്, ചവിട്ടി, ടവൽ തുടങ്ങിയ ഉൽപ്പന്നങ്ങളാണ് ഈ നെയ്ത്തുശാലയിൽ പ്രധാനമായും നെയ്തിരുന്നത്. പ്രതിസന്ധിയിലേക്ക് നീങ്ങി തുടങ്ങിയതോടെ സൊസൈറ്റി മുൻകൈയെടുത്ത് 10 പേർക്ക് പന്തലായനി നെയ്ത്ത് സഹകരണ സംഘത്തിൽ പരിശീലനം നൽകി സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമം നടത്തിയെങ്കിലും ഫലം കണ്ടില്ല. മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ പാരമ്പര്യമായ തൊഴിലല്ലാത്ത കാരണം ഈ തൊഴിലാളികളൊന്നും ഈ ജോലിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് പുതിയൊരു പദ്ധതിക്ക് ഞങ്ങൾക്ക് അനുമതി തരണമെന്നും ഈ പുതിയ പദ്ധതി ഞങ്ങൾ ഗവൺമെൻറ്റിൽ നിർദ്ദേശിച്ചത് ജൈവവള നിർമ്മാണ യൂണിറ്റായിട്ടും അല്ലെങ്കിൽ വെള്ളം ഈ മിനറൽ വാട്ടർ ഉൽപ്പാദിപ്പിക്കുന്നൊരു കമ്പനിയായിട്ട് വളർത്തിക്കൊണ്ടുവരാനുള്ളൊരു ആഗ്രഹവും പുതിയ കുട്ടികൾ പട്ടികജാതിയിൽപ്പെട്ട പുതിയ കുട്ടികൾക്ക് ഇവിടെ സ്ഥിരാംഗത്വം കൊടുത്ത് മെമ്പർഷിപ്പ് കൊടുത്ത് അവരെ കൊണ്ട് ഇവിടെ ഈ പ്രവർത്തനം സജ്ജമാക്കുകയും അതുവഴി ഈ സൊസൈറ്റി നിലനിൽക്കണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. സ്കൂൾ കുട്ടികളുടെ യൂണിഫോം നെയ്യാൻ ഓർഡർ ലഭിച്ചതോടെ സ്ഥാപനം വീണ്ടും പ്രവർത്തനം ആരംഭിച്ചെങ്കിലും ക്വാളിറ്റി കൺട്രോൾ വിഭാഗം നടത്തിയ പരിശോധനയിൽ ഗുണനിലവാരം കുറവാണെന്ന് കണ്ടെത്തിയതോടെ വീണ്ടും അടച്ചുപൂട്ടി. വൈദ്യുതി ബില്ല് അടക്കാത്തതിനാൽ കണക്ഷൻ കട്ടാവുകയും ചെയ്തു. ആളുകൾ ഓരോരുത്തരാട് കൊഴിഞ്ഞു പോയി. അവർക്ക് കൂലി കുറഞ്ഞത് കൊണ്ടാണ് ഒരു പോകാൻ കാരണം. അപ്പം ആളുകൾ കുറയുമ്പോൾ ഇവിടേക്ക് ഫണ്ടില്ല, തൊഴിലാളിയൊക്കെ കൊടുക്കാൻ ഫണ്ടില്ല. വിറ്റ സാധനം വിറ്റിട്ട് ആണ് ആളെല്ലാം അന്ന് കൂലിയെടുത്തത്. ആൾ തന്നെ നെയ്യണോ അത് കൊണ്ടുപോയി വിൽക്കണോ അതിൽ നിന്ന് കൂലിയെടുത്ത്. കെ കരുണാകരൻ മന്ത്രിസഭയിൽ അംഗമായിരുന്ന MT പത്മയാണ് 1993 സ്ഥാപനത്തിന് തറക്കല്ലിട്ടത്. തുടർന്ന് വന്ന നായനാർ മന്ത്രിസഭയിലെ ധനകാര്യമന്ത്രി T ശിവദാസ മേനോൻ 1997 സ്ഥാപനം ഉദ്ഘാടനം ചെയ്യുകയും മികച്ച പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയുമായിരുന്നു. എന്നാൽ തുച്ഛമായ വേതനം കാരണം തൊഴിലാളികൾ ഒന്നൊന്നായി മറ്റു തൊഴിലുകളിലേക്ക് നീങ്ങി. അതോടെ ഏതാനും പേരൊഴികെ എല്ലാവരും സ്ഥാപനം വിട്ടു. കെട്ടിടവും യന്ത്രങ്ങളും ഉപയോഗിക്കാതായതോടെ പൊട്ടിപ്പൊളിഞ്ഞും ചെതലെടുത്തും തുരുമ്പെടുത്തും നശിച്ചുകൊണ്ടിരിക്കുകയാണ്. വൻ തുക മുടക്കി സ്ഥാപിച്ച കെട്ടിടവും ഉപകരണങ്ങളും ഈ വിധം നശിക്കുകയാണ്. പുതിയ കാലത്തിനനുസരിച്ച് നവീകരണം നടത്തി വ്യവസായ സംരംഭം പുനരാരംഭിക്കണമെന്നാണ് ആവശ്യം. കോഴിക്കോട് നിന്ന് സമീർ സി മുഹമ്മദ്, 24. പൊതുജനം കഴുതയല്ല സാർ. തുച്ഛമായ വേതനം കാരണം തൊഴിലാളികൾ മറ്റ് മേഖലകളിലേക്ക് നീങ്ങിയതാണ് പ്രതിസന്ധിയായത്. കേൾക്കാം ചില പ്രതികരണങ്ങൾ. ഇത്രയും 75 സെൻറ്റോളം സ്ഥലങ്ങളും അതിനോട് വെച്ചാൽ വലിയൊരു കെട്ടിടവും ഉള്ള സ്ഥിതിക്ക് ഇത് പൂർണ്ണമായും ഒരു നല്ല എന്തെങ്കിലും ഒരു പ്രോജക്റ്റ് ഇവിടെ നിലവിൽ വരണമെന്നാണ് ഇപ്പോഴുള്ള ഭരണസമിതിക്ക് പറയാനുള്ളത്. നല്ലൊരു സംഭവം ഇവിടെ പ്രൊജക്റ്റ് ഇവിടെ വരണം, അതാണ് ഭരണസമിതി ആഗ്രഹിക്കുന്നത്. 2014 വരെ ഇവിടെ ഞങ്ങൾ 2 പേരെങ്കിലും ഇവിടെ തൊഴിൽ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ അടഞ്ഞു കിടക്കുന്നത് കണ്ടിട്ട് വല്ലാത്ത വിഷമമുണ്ട്. ഇവിടെ എന്തെങ്കിലും ഒരു പ്രവർത്തനം തുടങ്ങണം എന്ന് തന്നെയാണ് എൻ്റെ ആശ. ഇത് സംബന്ധിച്ച് സംസ്ഥാന തലം വരെ നമ്മളിത് ശ്രദ്ധപ്പെടുത്തുകയും വലിയ നിലയിൽ അതിനുള്ള പരിഹാരങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിട്ടുണ്ട്. ബന്ധപ്പെട്ട ഡയറക്ടർ ബോർഡ് ചേർന്ന് അതിൻ്റെ മൂല്യവർദ്ധിതമായി ഇതിനെ എങ്ങനെ അതിൻ്റെ സ്വഭാവത്തിലുള്ള മാറ്റം വരുത്താൻ കഴിയും എന്ന് പരിശോധിച്ചു കഴിഞ്ഞാൽ അതിനാവശ്യമായ പദ്ധതിക്ക് സാധ്യതയുണ്ട്. വളരെ വേഗം തന്നെ നടപ്പാക്കാൻ വേണ്ടി ബന്ധപ്പെട്ട ഭരണസമിതിയും ലോക്കൽ ഭരണസമിതികളിലേക്ക് നഗരസഭ അതിൻ്റെ കൂടെയുണ്ട്.